ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. വിഷയത്തിൽ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. ഇടുക്കിയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വനം വകുപ്പ് നീക്കം നടത്തുന്നതായി ദേശീയപാത സംരക്ഷണ സമിതി ആരോപിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ലെ നിർമ്മാണ നിരോധനമെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ദേശീയപാത 85ലെ നിർമ്മാണ നിരോധനത്തിനെതിരെ 6 മൈലിൽ നിന്നും നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിരവധി ജനങ്ങളാണ് ലോങ് മാർച്ചിന്റെ ഭാഗമായത്. നാൽപ്പതോളം സംഘടനകളാണ് ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായത്. ഇടുക്കിയിലാകെ വനവൽക്കരണം നടത്താൻ വനം വകുപ്പ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് നിർമ്മാണ നിരോധനമെന്നും ദേശീയപാതയിലെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്നുമാണ് ആവശ്യമുയർത്തുന്നത്. വനം വകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ അഭിഭാഷകർ ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹാജരാകുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്തില്ലെന്നുമാണ് ആരോപണം. 6 മൈലിൽ നിന്നും നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്ന ലോങ് മാർച്ചിൽ ചെറിയ തോതിൽ സമരക്കാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാർ ഫോറസ്റ്റ് ഓഫീസിനു മുന്നിലേക്ക് കയറാൻ ശ്രമിക്കവേ സമരക്കാരെ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ചെറിയ തോതിൽ സംഘർഷം രൂപപ്പെട്ടു. സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. വിവിധ മത, സാമുദായിക, കർഷക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികളടക്കം നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.